ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ നമ്മൾ സായി സച്ചരിതം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. അടുത്ത ദിവസം മുതൽ സത്യസായി ബാബയുടെ തപോവനമാണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാമി അതിന് കൃപ ചൊരിയുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന സ്വാമിയുടെ ഒരു മെസ്സേജ് കാർഡും ഒരു മെസ്സേജ് ബുക്കുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് കാർഡ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ സമിതിയിലെ ഒരു കുട്ടി പുട്ടപർത്തിയിൽ പഠിക്കാൻ പോയിരുന്നു. ആ സമയത്ത് അവിടെ സ്വാമി മെസ്സേജ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ആ മെസ്സേജ് എഴുതിയെടുത്തു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മെസ്സേജ് ബോക്സ് ഉണ്ടാക്കിയതാണ്. അതെല്ലാവർക്കും പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് വിഷമം വരുന്ന അവസരങ്ങളിൽ സ്വാമി പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനിങ്ങനെ ഭാരം കൊണ്ട് നടക്കുന്നു? നിന്റെ വിഷമം അല്ലെങ്കിൽ നിന്റെ ഭാരം എന്താണെന്ന് വെച്ചാൽ അത് നീ എന്നെ ഏൽപ്പിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊരു സ്വാമിക്കൊരു കത്തായിട്ട് എഴുതി പൂജാമുറിയിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ എഴുതുമ്പോൾ തന്നെ ആ കത്തിൻ്റെ കോപ്പി സ്വാമിക്ക് ലഭിച്ചുകൊള്ളും. നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു കത്താണെങ്കിൽ, അത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടപ്പിലാകുക തന്നെ ചെയ്യും. അപ്പോൾ കത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റ് ഇടുക. എൻ്റെ സ്വാമി അല്ല എൻ്റെ ഭഗവാനെ എന്ന് സംബോധന ചെയ്തതിന് ശേഷം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതി വയ്ക്കുക. ഞാനിതെല്ലാം സ്വാമിയെ ഏൽപ്പിച്ചു കൊള്ളുന്നു, കാത്തു രക്ഷിക്കണേ എന്നെഴുതി എൻ്റെ താഴെ എന്ന് ആശ്രിത ഇന്നാര് എന്ന് നമ്മുടെ പേരും എഴുതി നമ്മൾ പൂജാമുറിയിൽ വയ്ക്കുക. പൂജാമുറിയിലോ ബുക്കിൻ്റെ പുറകിൽ ആരും കാണണ്ടായെങ്കിൽ ഫോട്ടോയുടെ പുറകിലോ ഒക്കെ നമുക്ക് വയ്ക്കാം. അത് എഴുതി കഴിയുമ്പോൾ തൊട്ട് സ്വാമി അതിന് മേലുള്ള നടപടി സ്വീകരിച്ചുകൊള്ളും. നമ്മൾ എഴുതുന്ന കത്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള കത്തായിരിക്കണമെന്ന് മാത്രം. നമ്മൾ കത്ത് എഴുതി വെച്ചു. അതിന്മേലുള്ള ഫലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പറിൽ നന്ദി രേഖപ്പെടുത്തണം. നന്ദി സ്വാമി എന്ന് എഴുതി രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ നമ്മൾ ഏതൊരവസരത്തിലും ഈശ്വരനോട് നന്ദി പറയാൻ ശീലിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നേട്ടങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. സ്വാമിയുടെ ഒരു മെസ്സേജ് കാർഡാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ കല്യാണക്കുറി ഉണ്ടെങ്കിൽ അതെടുക്കാം. കല്യാണക്കുറിയുടെ എഴുതാത്ത വെച്ചുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഈ ഷർട്ട് ബനീനും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന കാർഡുകൾ കാണും, അതായാലും മതി. എന്തായാലും ശകലം കട്ടിയുള്ള കാർഡ്. അതിനുശേഷം കോളങ്ങൾ വരയ്ക്കണം. ഒരു വശത്തേക്ക് 10 കോളവും ഒരു വശത്തേക്ക് 11 കോളവും വരയ്ക്കുക. അതിനുശേഷം നമുക്കിത് നമ്പർ ഇടാം. 1 മുതൽ 108 വരെ നമ്പർ ഇടുക. ഇതേപോലെ നമ്മൾ 1 മുതൽ 108 വരെ നമ്പർ എഴുതി. അതിനുശേഷം നമുക്കിതിന് ഇത് മുറിക്കാം. ഓരോ നമ്പർ നമ്മൾ മുറിക്കുക. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഓരോ നമ്പറും മുറിച്ചിടുക. എല്ലാം മുറിച്ചുകൊണ്ട് വരട്ടെ. ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ബോക്സിനകത്തോട്ട് ആക്കാം. നമുക്ക് രാവിലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതേന്ന് ഒരു നമ്പർ എടുക്കാം. ഒരു നമ്പർ എടുത്തു. അപ്പോൾ ആ നമ്പർ ഏതാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. മെസ്സേജ് കാർഡിൽ നമ്പറിൻ്റെ സ്ഥാനത്ത് എന്താ മെസ്സേജ് കിടക്കുന്നത് നോക്കുക. അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതേപോലെ ഒരെണ്ണമുണ്ട്. 1 തൊട്ട് 108 വരെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അത് നോക്കി ഒന്നുകിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് മെസ്സേജ് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുക. ആ ഒരു ദിവസത്തെ ഫലം രാവിലെ എന്നും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ മെസ്സേജ് എടുക്കുകയാണെങ്കിൽ
നമുക്ക് ഓരോ ദിവസം എന്നിട്ട് അത് ശ്രദ്ധിക്കുക. ആ മെസ്സേജ് നമ്മുടെ ജീവിതവുമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കത് കറക്റ്റാണെന്ന് ബോധ്യമാവും. ചെളി പറ്റാതിരിക്കാൻ നമുക്ക് ഇതേപോലത്തെ കവർ ഉണ്ടെങ്കിൽ ആ കവറിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ ഇതിലങ്ങനെ ചെളി പറ്റത്തില്ല. അടുത്ത ഞാനൊരു ബുക്കാണ് പരിചയപ്പെടുത്തുന്നത്. സായി ദർശൻ എന്ന പേരിൻ്റെ. ഇത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ബുക്കാക്കിയതാണ്. നമുക്കിത് ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഒരു വിഷമം വരുന്ന അവസരങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കുള്ള സ്വാമിയുടെ മറുപടി കിട്ടും. അപ്പം വലിയ വിലയൊന്നും ഇന്നില്ല. സീമായം ദിവാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ മലയാള പരിഭാഷ ശ്രീമതി എസ് ചന്ദ്രിക. സ്വാമിയിൽ വിശ്വാസമുള്ളവരുടെ വീടുകളിൽ കാണേണ്ട ഒരു ബുക്കാണ്. കാരണം നമുക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും അല്ല അതിനെല്ലാം തരണം ചെയ്യാൻ നമുക്ക് ഈ ബുക്കുണ്ടെങ്കിൽ സാധിക്കും. കാരണം അത്രയ്ക്ക് നമ്മുടെ മനസ്സിനെ സ്വാന്തനിപ്പിക്കുന്ന ഒരു ബുക്കാണിത്. ഞാൻ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 108 മെസ്സേജിൻ്റെ PDF ഫയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കി എഴുതിയ ശേഷം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. അല്ലാതെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് സായിരാം.